ഇതെങ്ങനെയുണ്ട്? കാണാൻ നല്ല ഭംഗിയല്ലേ? കാണാൻ മാത്രമല്ല കേട്ടോ, കഴിക്കാനും നല്ല രുചിയാണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കാൻ നമുക്ക് നോക്കാം കേട്ടോ. വളരെ ടേസ്റ്റിയാണ്. ഹലോ, എല്ലാവർക്കും സുഖമാണല്ലോ. ചക്കക്കാലമൊക്കെ കഴിഞ്ഞു തുടങ്ങിയില്ലേ? അപ്പോൾ ഞാൻ കഴിഞ്ഞ ആഴ്ച 2 ചക്ക താഴെ നിന്ന് 2 ചക്ക എടുത്ത് പൊട്ടിച്ചിട്ടാണ്. അപ്പോൾ പഴുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുകൊണ്ട് ഞാനൊന്നൊരു കാര്യം ഉണ്ടാക്കാൻ പോവുകയാണ്. അത് നിങ്ങൾക്ക് മുമ്പിൽ എത്തിക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ചക്ക ഉണ്ടായി പ്ലാവുമേ, പക്ഷേ ആകെ 2 പൊട്ടിച്ചെടുക്കാൻ പറ്റിയുള്ളൂ. ബാക്കിയുള്ളതൊക്കെ ഒത്ത മുകളിൽ നിന്ന് അങ്ങനെ പഴുത്ത താഴ്ത്ത് വീണു. അപ്പോൾ ഈ കിട്ടിയ ചക്ക ഒരു കാര്യം ചെയ്യാൻ പോകുന്നു ഞാൻ. അതെന്താണെന്ന് നമുക്ക് നോക്കാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി അമ്മൂസ് അവിയലിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ എന്താ ഈ പഴുത്ത ചക്ക കുരുവൊക്കെ കളഞ്ഞ് മിക്സിയിലിട്ട് അടിച്ചെടുക്കുകയാണ്. ഈ ഗ്ലാസ് ബൗളോട് ഏകദേശം 2 ഗ്ലാസ് ബൗൾ ചക്ക ഉണ്ടായിരുന്നു. അപ്പോൾ ആദ്യം ഞാൻ 1 ഗ്ലാസ് ബൗൾ ചക്ക അതിലിട്ടു. ഞാനിത് അരയ്ക്കുന്നത് കാണുമ്പോൾ തന്നെ നിങ്ങളൊരു ലൈക്ക് ഇട്ടോളൂ കേട്ടോ. അത് കഴിഞ്ഞ് ലാസ്റ്റ് അഭിപ്രായം എഴുതാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ലല്ലോ. അപ്പോൾ ഇത് ആദ്യത്തെ ട്രിപ്പ് അരച്ച് കഴിഞ്ഞു. ഇനി ഞാൻ 2ാമത്തെ ട്രിപ്പ് അരയ്ക്കുമ്പോൾ ഞാൻ അതിലാദ്യം കുറച്ച് അരിപ്പൊടിയാണ് ഇടുന്നത്. ഒരു 3-4 സ്പൂൺ അരിപ്പൊടി ഇടുന്നുണ്ട്. വെറുതെ അരച്ച് പച്ചരിപ്പൊടി, വറുക്കാത്ത അരിപ്പൊടിയാണ് അതതിലിടുന്നുണ്ട്. കൂടെ കുറച്ച് ഏലക്കാത്തരിയും കൂടി ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ നല്ലൊരു മണവും രുചിയും ഒക്കെ കൂടുതൽ ഏലക്കാത്തരി ഇട്ട് കഴിഞ്ഞാൽ. അതാണ് ഇപ്പോൾ ചെയ്യുന്നത്. അതിന് ശേഷം അത് നല്ലപോലെ പൊടിച്ചതിന് ശേഷം ഞാൻ അതിലേക്ക് ബാക്കിയുള്ള ചക്കച്ചുളയും കൂടി ഇട്ട് നല്ലപോലെ അരച്ചെടുക്കുകയാണ്. അപ്പോൾ ഈ വർഷത്തെ അവസാനത്തെ ചക്കയാണ് നമ്മുടെ പ്ലാവുന്നത്. പ്ലാവുമ്പോൾ 2-3 ചക്ക കൂടി നിൽക്കുന്നുണ്ട്. പക്ഷേ അതൊക്കെ മുകളിലായ കാരണം അത് പൊട്ടിക്കലൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ വീണ്ടും അരക്കുകയാണ്. അപ്പോൾ ചക്ക, അരിപ്പൊടി, ഏലക്കാപ്പൊടി ഇതെല്ലാം കൂടി നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ട്. പാത്രം മാറ്റുന്നു. ഇനി നമുക്ക് ആദ്യം തന്നെ ഒരു പാത്രം എടുത്തിട്ട് ഇത്തിരി നെയ്യ് പറ്റി വയ്ക്കാം കേട്ടോ. ബർഫി ഉണ്ടാക്കിയിട്ട് പാത്രം മാറ്റാൻ, അല്ലെങ്കിൽ ആ സമയത്ത് ധൃതി പിടിച്ച് വിഷമാവും. പിന്നെ കുറച്ച് ചക്കക്കുരു ഇങ്ങനെ വളരെ നൈസായിട്ട് അരിഞ്ഞെടുക്കുക. എന്നിട്ട് ഇത്തിരി നെയ്യ് ഒഴിക്കുന്നുണ്ട്. ഞാൻ 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിക്കുന്നുണ്ട്. എന്നിട്ട് ആദ്യം കുറച്ച് കാഷ്നട്ട് വറുത്തേക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഈ ചക്കക്കുരു അരിഞ്ഞതും വറുത്തേക്ക് എടുക്കുന്നുണ്ട്. ഇതൊക്കെ ഓപ്ഷണലാണ് കേട്ടോ. ഇതൊക്കെ എന്തെങ്കിലും ടേസ്റ്റാണ്. പക്ഷേ ഇതൊക്കെ ഇടയ്ക്ക് ഇങ്ങനെ കടിക്കുമ്പോൾ, ബർഫി കടിക്കുമ്പോൾ ഇതൊക്കെ കടിക്കുമ്പോൾ സുഖമല്ലേ. അപ്പോൾ അതൊക്കെ ഞാൻ വറുത്തെടുത്തു. അതിന് ശേഷം കുറച്ച് ഓയിലേക്ക് ഞാൻ അരച്ച് വെച്ചേക്കണ കൂട്ട് ആ മിക്സിലേക്ക് ഒഴിക്കുകയാണ്. അതായത് ചക്ക, അരി, ഏലക്കാപ്പൊടി ഇതെല്ലാം കൂടിയിട്ടുള്ള മിക്സ് ഇട്ട് ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ചധികം നേരം ഇളക്കേണ്ടി വരും. അതിങ്ങനെ ഇളക്കിക്കൊണ്ടേയിരിക്കുക. ഇപ്പോൾ അതാ ചക്കൊക്കെ നല്ലപോലെ കുക്കായിട്ടുണ്ട്, നല്ലപോലെ വെന്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മൾക്ക് ആവശ്യത്തിന് പഞ്ചസാര, ഞാനൊരു 1/2 കപ്പ് പഞ്ചസാരയാണ് ഇടുന്നത്. നിങ്ങൾക്ക് പഞ്ചസാര കൂടുതൽ വേണമെങ്കിൽ അതിനനുസരിച്ച് പഞ്ചസാര ഇടാവുന്നതാണ്. പഞ്ചസാരയ്ക്ക് പകരം ശർക്കര ഉപയോഗിക്കാം കേട്ടോ. ശർക്കര ഉപയോഗിച്ച് കഴിഞ്ഞാൽ പക്ഷേ അത്രയ്ക്ക് നല്ലപോലെ ഉറച്ച് കിട്ടില്ല. ടേസ്റ്റിന് വലിയ വ്യത്യാസമൊന്നും ഉണ്ടാവില്ല കേട്ടോ. വേണമെന്നുള്ളവർക്കപ്പോൾ ശർക്കര ഉപയോഗിക്കാം. ഇത് ലോ ഫ്ലെയിമിലാണ് കേട്ടോ അത് വേവിച്ചുകൊണ്ടിരിക്കേണ്ടത്. അപ്പോൾ പഞ്ചസാര നല്ലപോലെ അതിലലിഞ്ഞ് അത് നല്ല ഒരു സ്റ്റിക്കായി വരുമ്പോൾ ഞാൻ അതിലേക്ക് കുറച്ച് ചുക്ക് പൊടി ചേർക്കണം കേട്ടോ. 1/2 ടീസ്പൂൺ ചുക്ക് പൊടി. ചക്കയ്ക്ക് ചുക്കെന്നാണ് പറയുക. അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ കുറച്ച് നെയ്യും കൂടിയും ചേർക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നല്ല പോലെ പാത്രത്തിൽ നിന്ന് വിട്ട് വരുന്ന പരുവാകുമ്പോൾ നമുക്കത് അടുപ്പ് ഓഫ് ചെയ്യാം. എന്നിട്ട് ഞാൻ ചക്കക്കുരും അണ്ടിപ്പരിപ്പും കൂടി ആ പാത്രത്തിൽ വിതറുകയാണ്. അതിലേക്ക് ഈ ബാക്കിയുള്ള അണ്ടിപ്പരിപ്പ് ഞാൻ അതിൻ്റെ ഇതിലിട്ട് ഒന്നും കൂടിയും ഇളക്കിയിട്ടോ. എന്നിട്ട് ഞാൻ പാത്രം മാറ്റുകയാണ്. ഈ അണ്ടിപ്പരിപ്പും ചക്കക്കുരു വറുത്തൊക്കെ ഓപ്ഷണലാണ് കേട്ടോ. നമുക്കിപ്പോൾ അതിൽ വെച്ചിട്ട് ഇതിന് ടേസ്റ്റൊന്നും അല്ലാതെ കുറയാനൊന്നും പോണില്ല. അപ്പോൾ അങ്ങനെ നമ്മുടെ ചക്ക ബർഫി
ഈ വർഷത്തെ അവസാനത്തെ ചക്ക കൊണ്ട് ഞാൻ എന്താ ചക്ക ബർഫി ഉണ്ടാക്കിയിട്ടുണ്ട്. അതെല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഇഷ്ടപ്പെട്ട ഷെയർ ചെയ്യുക. ഉണ്ടാക്കി നോക്കി കഴിച്ചതിന് ശേഷം അഭിപ്രായം ഇവിടെ എഴുതുമല്ലോ എല്ലാവരും അല്ലേ. ഇത് കുറച്ച് കാലം എടുത്തേക്കാനും പറ്റും. നല്ല ടേസ്റ്റിയാണ്. പെട്ടെന്ന് ആരെങ്കിലും വരുമ്പോൾ ഉണ്ടാക്കി കൊടുക്കാനൊക്കെ രസമാണത്. അത് കഴിഞ്ഞ് ഞാൻ അത് തണുക്കാൻ വെച്ചു. തണുത്ത് കഴിഞ്ഞപ്പോൾ ഞാൻ എന്താ അത് പാത്രം എടുത്ത് വെച്ചപ്പോൾ കാണുന്നതാ. എന്താ ഭംഗിയില്ലേ, കാണാൻ നല്ല രസമല്ലേ. അപ്പോൾ നമുക്കത് ഉണ്ടാക്കി നോക്കാം കേട്ടോ. എല്ലാവരും ഉണ്ടാക്കി നോക്കണേ. എന്നിട്ട് അഭിപ്രായം അറിയിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇതുപോലെയുള്ള വിഭവങ്ങളൊക്കെ ആയിട്ട് നിങ്ങൾക്ക് മുമ്പിലെത്താൻ ഞാൻ വളരെ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എനിക്ക് അതിന് വേണ്ടി സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇതുപോലെയുള്ള വിഭവങ്ങളുമായി പാട്ടോ കവിതയോ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഞാൻ വീണ്ടും നിങ്ങൾക്ക് മുമ്പിലെത്തും. അതുവരേക്കും നമസ്കാരം പറയുന്നു. സസ്നേഹം, നിങ്ങളുടെ PM കോങ്ങാട്ടിൽ അമ്മു. സൂപ്പറായിട്ടുണ്ട്.